രാഹുൽ, നമ്മൾ മലയാളികളുടെ പൊതുവെ പറയപ്പെടുന്ന ഒരു സ്വഭാവമാണ് എന്ത്, ഈ 1000 കിട്ടാൻ വേണ്ടി 10,000 വരെ മുടക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഉള്ള സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദം അല്ലെങ്കിൽ മണി ചെയിൻ അതുപോലെയൊക്കെയുള്ള ഓരോ സംവിധാനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ എല്ലാവരുടെയും മലയാളികള് ആദ്യമേ ചെന്ന്. അതെ, അത് അവരുടെ ഒരു അത്യാഗ്രഹമല്ലേ അതിനകത്തുനിന്ന് വെളിവാകുന്നത്. നമുക്ക് ഉള്ള സമ്പത്തിനെ അതിൽ ജീവിച്ചു പോവാ, സന്തോഷവും സംതൃപ്തിയായിട്ട് സമാധാനത്തോടെ ആ ഉള്ളതിൽ ജീവിച്ചു പോവാ എന്നുള്ളതല്ലാതെ എത്രയോ കേസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ട് കഴിഞ്ഞു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങൾ തേടി പോകുന്നു. അത് അവസാനം അവർക്ക് തന്നെ വിനയായി വരുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾക്കെല്ലാം ഇതിനെപ്പറ്റി നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നൊരു ചിന്താഗതിയാണ് മലയാളികൾക്ക് കൂടുതലുള്ളത്. അതുകൊണ്ട് അവരെ ഈ രീതിയിലുള്ള എല്ലാ തട്ടിപ്പിലും ആദ്യമേ ചെന്ന് കയറും. അതിൽ കൂടുതലും ചെന്ന് കയറുന്നത് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായിരിക്കും. നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ ഏറ്റവും കൂടുതലും ആളുകൾ കേട്ടതാണ് ഹൈ റിച്ച് പോലത്തുള്ള MLM. എല്ലാ മലയാളികൾക്കും അറിയാം ഇത് മണി ചെയിൻ ആണ്. പെട്ട് കഴിഞ്ഞാൽ കാശ് പോകത്തേ ഉള്ളൂ. ആദ്യമേ നമുക്ക് കുറച്ച് കാശ് എന്തായാലും കിട്ടും. പക്ഷേ ആ കാശ് എങ്ങനാണെങ്കിലും പോകുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അവർ ചെന്നുപെടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പിൽ ചെന്നാൽ മതി. എപ്പോഴും കളം കളിക്കുന്ന ഒരുപാട് പേര് ഉത്സവപ്പറമ്പിൽ കാണാം. നമ്മൾ എപ്പോഴും പറയും 10 വെച്ച 20, 20 വെച്ച 40, 40 വെച്ച 80, അങ്ങനെ അത് വെക്കാൻ വേണ്ടി ഒരുപാട് പേര് കാണും. അവർക്കറിയാം ആ പൈസ കിട്ടത്തില്ല. പക്ഷെ അവരുടെ ഒരു വട്ടം അവർ ആ പൈസ അവിടെ വെച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി മൊത്തത്തിൽ മാറും. ആദ്യമേ അവർ വിചാരിക്കും എൻ്റെ 20 രൂപയുണ്ട്, 20 രൂപയല്ലേ പോന്നെങ്കിൽ പോട്ടെന്ന് വെച്ച് വെക്കുന്നവരായിരിക്കും. അത് വെച്ചിട്ട് 100 രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെ, ആ 100 രൂപ അവർ വിചാരിക്കുക എന്തായാലും ഇത് കളിച്ച് കിട്ടിയ 100 രൂപയല്ലേ, ഇത് തീരുന്നിടം വരെ ഞാൻ കളിക്കും എന്ന് പറഞ്ഞ് കയ്യിലുള്ള മുഴുവൻ പൈസയും തീരുന്നിടം വരെ അവരത് കളിക്കും. അങ്ങനെ തന്നെയാണ് സാധാരണ എല്ലാ മലയാളികളുടെയും എന്നല്ല, കൂടുതൽ മനുഷ്യരുടെയും ചിന്താഗതി അങ്ങനെ തന്നെയാണ്. അത് പൈസയുടെ വില അവരത്രത്തോളം അറിഞ്ഞവരായിരിക്കും കൂടുതലും പേര്. അപ്പൊ അത് നിസാര രീതിയിൽ ആ പൈസ അങ്ങനെ കിട്ടുമ്പോൾ അവർക്കൊരു കൗതുകവും ഒരു ഇൻട്രസ്റ്റും ആയിരിക്കും. അപ്പൊ അവർ പെട്ടെന്ന് അതിലേക്ക് ചെന്ന് ചാടും. പിന്നെ ഇവരെ ഒന്ന് ഇതിങ്ങനെ ചെയ്താൽ പൈസ കിട്ടുമെന്നൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും കടമെടുത്ത് ചെയ്യും. നമ്മൾ കൂടുതൽ ആളുകളെ നോക്കിയാൽ മതി. ഇതിലെല്ലാം ചെന്ന് പെടുന്നവര് കൂടുതലും പൈസ ലോൺ എടുത്തും കടം വാങ്ങിയും ചെന്ന് പെടുന്നവരായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ രാവിലെ പറഞ്ഞ പോലെ ഈ കളം വെച്ച് കളിക്കുക ഉത്സവപ്പറമ്പുകളിൽ, അതിന്റെ ഒരു വലിയ രൂപമാണ് ഈ കാസിനോകളിൽ നടക്കുന്നത് തോന്നുന്നു അല്ലേ? മറ്റേ ഞാൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, കറക്കും, അപ്പൊ തിരിഞ്ഞു വരും, എന്നിട്ട് അതിനകത്ത് വന്ന് കോയിൻ വീഴും, ആ പൈസ കിട്ടുന്നു, പിന്നെ അതിനകത്ത് തന്നെ വലിയൊരു ലോസ് വരുന്നു. എത്രയോ പേര് അത് കളിച്ചിട്ട് സമ്പന്നരാകുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ അങ്ങനെയൊക്കെ ദരിദ്രരായിട്ട് മാറാപ്പ് തോളിൽ വെച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഒരു എന്താ പറയാ, അതൊരു ഗെയിമാണ് എന്നെങ്കിലും നമുക്ക് കരുതാം. അതായത് ഗെയിമിന് അടിമപ്പെടാതിരിക്കാൻ ആളുകൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം എന്ന് കരുതാം. അതല്ലാതെ നമ്മൾ ഈ ഒരു എന്താ പറയാ കഷ്ടപ്പെട്ടാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് നേടിയെടുത്തൊരു സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പിരിച്വൽ ഗെയിമാണ്. മറ്റേത് ആളുകളെ മെറ്റീരിയൽസ് ഗെയിം ആണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ഗെയിമാണ്. ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ എപ്പോഴും എളുപ്പമാണ്. അപ്പം സ്പിരിച്വൽ രീതിയിലാകുമ്പോൾ അവർക്ക് വേറൊരു തലത്തിലായിരിക്കും എടുക്കുന്നത്. എല്ലാവർക്കും ദൈവവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നല്ലൊരു ബിസിനസ് നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒന്ന് വന്നു സംഭവിച്ചു കഴിയുമ്പോൾ അയാൾ വിചാരിക്കും എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി കൂടിയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ കൂടിയതാണ്. അപ്പൊ അവർ വിചാരിക്കും ഇനിയും കൂടുതൽ പൈസ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള യാഗങ്ങൾ. ഈ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് പേര് വലവിരിച്ചിരിപ്പുണ്ട്. ഇവരുടെ അടുത്തേക്ക് ഒരു നേരെ ചെന്ന് കയറി കൊടുക്കും. അത് അത്യാവശ്യം കയ്യിൽ കാശുള്ള സമയത്തായിരിക്കും ചെന്ന് കയറും. അവർ കടം വാങ്ങിച്ചാണെങ്കിലും പൂജ യാഗം എല്ലാം നടത്തും. ഉള്ള പൈസ മൊത്തം ഇവർ കൊണ്ടുപോകത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് വെച്ച് നടന്ന മറ്റേ ജിന്നുമ്മ എന്ന് പറഞ്ഞ കേസ്. അതിലെന്തായിരുന്നു സംഭവിച്ചതെന്ന് അറിയാമോ? അതിനകത്ത് അവര് എന്താ പറയാ, ഏതൊരു ആള് ഇതേപോലത്തെ ഒരു വ്യാപാരി എങ്ങാണ്ടാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ് എന്റെ സമ്പത്ത് വർദ്ധിക്കാത്തത്, അല്ലെങ്കിൽ ഇനിയും വർദ്ധിക്കണമെങ്കിൽ അഭിവൃദ്ധിക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഡോക്ടർ ഏതാ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ തപ്പും.
അല്ലെങ്കിൽ അന്വേഷിക്കും. അതേപോലെ അദ്ദേഹം ഈ മാന്ത്രിക സൈഡിലേക്ക് അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ സൈഡിൽ ആരാണ് ബെസ്റ്റ് എന്ന് അദ്ദേഹം അന്വേഷിച്ച സമയത്ത് അദ്ദേഹം ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടാനിടയാവുക അല്ലെങ്കിൽ അറിയാനിടയാവുകയാണ് ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട്. അവര് എന്താ പറയാ, ഈ പല നമ്മൾ പറയല്ലോ പല സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് മാറുന്ന ആളാണ് അദ്ദേഹം. അവര് ആ ജിന്നുമ്മ എന്ന് പറയുന്ന ആൾ, അതായത് ഇത്ര സമയം വരെ അവർ ഉറഞ്ഞുതുള്ളുന്നത് ഒരാളായിട്ടാണെങ്കിൽ അടുത്ത സമയം മുതൽ ഇത്ര സമയം വരെ അവർ ഉറഞ്ഞുകൊള്ളുന്നത് വേറൊരാളായിട്ടാണ്. അപ്പൊ ഇതൊക്കെ ആളുകൾ കരുതുന്നത് അവരുടെ ഭയങ്കര സ്പിരിച്വൽ പവറാണ്. അപ്പൊ ഇവരുടെ ഈ ഉറഞ്ഞുതുള്ളലിന്റെ ഭാഗമായി ഉറപ്പായിട്ട് എന്റെ സമ്പത്ത് നാളെ രാവിലെ സുപ്രഭാതം മുതൽ അങ്ങോട്ട് വർദ്ധിച്ച് എനിക്ക് എന്താ പറയാ എന്റെ വീട് നിറഞ്ഞ് കവിയും, ഞാൻ പുതിയൊരു വീടെടുക്കും, അവിടെ എനിക്ക് നിറയ്ക്കാൻ പാകത്തിന് പൈസയാവും എന്നൊക്കെ ധരിച്ചിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരുവാണ്. ഇവര് രാഹുൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ആരും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് ദക്ഷിണ വാങ്ങിക്കുന്നുണ്ടല്ലോ, എത്ര രൂപയായിരിക്കും ഇവർ വാങ്ങിക്കുന്നത് ദക്ഷിണ? 10,000-10,000 ആയിരിക്കും. ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് അങ്ങ് സമ്പാദിച്ചാൽ പോരെ. ഇവർക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ ഇവർക്ക് നാളെ അംബാനിയോ അദാനിയോ കോടീശ്വരന്മാരായിക്കൂടെ? തീർച്ചയായും. അതെപ്പോഴും ഈ ടിവിയിൽ നമ്മൾ ചില ചാനലുകളിൽ കാണാറുണ്ടല്ലോ, അതായത് എന്താണ് ഐശ്വര്യമണി യന്ത്രം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ യന്ത്രങ്ങളായിട്ട് വരുന്ന ആളുകളുണ്ട്, അതിൽ പരസ്യം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയാ, എപ്പോഴും ഈ പരസ്യം കാണുന്ന സമയത്ത് നമുക്ക് വരുന്ന മനസ്സിൽ വെരി കോമൺ സെൻസ് വെച്ചിട്ട് വരുന്ന ഒരു സംശയം, എന്നാ പിന്നെ ഇവർക്ക് ഇത് വെച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ കാണണം. അതിദരിദ്രരായിരിക്കും, ഇതിന്റെ ഇടനിലക്കാരായിട്ടുള്ളവരും അതിദരിദ്രരായിരിക്കും. പിന്നെ ആകെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ആളുകൾ, അത് അവര് വിൽക്കുമ്പോ അവർക്കും അത്രയും പൈസ കാണത്തില്ല. അത്രയും ദരിദ്രമായതുകൊണ്ടല്ലേ അവർ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്. അവർക്ക് ആ യന്ത്രം ഉണ്ട്, ആ യന്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ യന്ത്രം ഇവർ പറയുന്ന പ്രകാരമാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ പണം കുന്നുകൂടും, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഐശ്വര്യ ദേവത ഓടി വന്ന് കയറിയിരിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ടതായിരുന്നു, മറ്റേ ഇതുകൂട്ട് ഒരു യന്ത്രം വിറ്റൊരു നടി ഉണ്ടായിരുന്നു, ഒരു സീരിയൽ നടിയൊക്കെ. അവർ അവസാനം മരിച്ചത് ദാരിദ്ര്യത്തിന്റെ ഇതിലാണ് മരിച്ചത്. അവരന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വേറൊന്നും സാമ്പത്തികം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി പോയത്. പക്ഷെ അതിൽ നിന്നും അവർക്ക് വരുമാനം ഒന്നും കിട്ടിയില്ല, മനസ്സിലായില്ല. എന്നിട്ട് അവര് ദാരിദ്ര്യം പിടിച്ചാണ് അവര് രോഗാവസ്ഥയിൽ പോയപ്പോ പോലും അവർക്ക് പൈസ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ ജിന്നുമ്മ ഒരു ഉദാഹരണമാണ്, നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ അടുത്തിടെ നിന്നൊരു വിഷയം. പക്ഷെ ഇത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഇത് നടക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം ആദ്യമേ പോകുന്നത് ഇത്രയും വലിയ മന്ത്രവാദിയുടെ അടുത്തായിരിക്കത്തില്ല. ആദ്യം എന്തെങ്കിലും കാശില്ലെങ്കിൽ നേരെ ഏതെങ്കിലും ജ്യോതിഷന്റെ അടുത്തോട്ടോ. ഈ ജ്യോതിഷന് കൊടുക്കാൻ 500 രൂപ വേണ്ടേ? ഈ 500 രൂപ കടം വാങ്ങിച്ചിട്ടായിരിക്കും ഇവർ പോകുന്നത്. പോയി കഴിയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അത് എവിടെയോ ഞാൻ ഫേസ്ബുക്കിലെങ്ങാനും വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ ഇതേപോലെ അയാൾക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ ജോലി ഇല്ലാതിരുന്ന സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു വരുമാനം ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട്, എന്ത് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്നൊന്ന് കരകയറാൻ പറ്റും എന്നറിയാൻ വേണ്ടി ഒരു ജ്യോതിഷന്റെ അടുത്ത് പോവാണ് ഇദ്ദേഹം. അപ്പൊ പറഞ്ഞു ഇയാൾക്കൊരു ഫീസ് കൊടുക്കണം, രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഇയാൾക്കൊരു ഫീസ് കൊടുക്കണം. അതല്ലാതെ ജ്യോതിഷൻ നിർദ്ദേശിച്ച മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഹാരം എന്താന്ന് വെച്ചാൽ, ഏതോ ഗുരുവായൂരോ അങ്ങനെ ഏതോ ഒരു വലിയൊരു അമ്പലത്തിൽ പോയിട്ട് അവിടെ എന്തോ ഒരു വലിയൊരു തുകേന്റെ ഒരു സാധനം ഇങ്ങനെ നമ്മളെന്താണ് വഴിപാടായിട്ട് നേരുമല്ലോ, അത് വഴിപാടായിട്ട് അർപ്പിക്കാൻ പറഞ്ഞു. അയാൾ ചോദിക്കാണ്, ഞാനിതിപ്പോ ഈ പൈസ അത് അർപ്പിക്കാനുള്ള പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ബാങ്കിൽ ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റ് വെച്ച് ഞാൻ ജീവിച്ചേനെ. ഇതിപ്പോ അതിനുള്ളൊരു മാർഗം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഗത്യന്തരം ഇല്ലാതെ ചോദിക്കാൻ ചെന്ന ആള് അയാളുടെ ഇത് ഫീസ് വേറെ, ഇത് വഴിപാടിന്റെ പൈസ വേറെ. കടം വാങ്ങിക്കാൻ എന്തെങ്കിലും വഴിയുള്ള ഒരാളാണെങ്കിൽ അതും ചെയ്യും. അത് വളരെ എന്താ പറയാ ഇടുങ്ങിയ ചിന്ത ഉള്ള ആൾക്കാരാണെങ്കിൽ മേ ബി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ റെഡിയാവും. കാരണം അങ്ങനത്തെ കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ നമ്മൾ പറയില്ല, ആളുകൾക്ക് ഇത്തരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് പ്രേരിപ്പിക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിച്ച സമയത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിരുന്നല്ലോ, സ്പിരിച്വാലിറ്റിക്ക് ഒന്നും ഒരു ക്ഷാമവും ഇല്ലല്ലേ, ആളുകളൊന്നും ഒട്ടും ഡെവലപ്ഡ് ആവുന്നില്ലല്ലോ എന്നുള്ളത്. അത് സ്പിരിച്വാലിറ്റിക്കൊന്നും ഒരിക്കലും ഒരു ക്ഷാമവും വരുന്നില്ല. അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്ന ഈ വിഷയമാണ് സ്പിരിച്വാലിറ്റി. ആളുകൾക്ക് എപ്പോഴും അതൊരു മിസ്റ്ററി ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് എന്താണ് സ്പിരിച്വാലിറ്റി. പക്ഷെ അതിന്റെ വേറെ തലങ്ങളിൽ പോകുന്നവർ വേറെ അർത്ഥങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട് പൈസ സമ്പാദിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അത് ചെറിയ പൈസ അല്ല, അത് വലിയ വലിയ പൈസകളാണ്. അത് കസ്റ്റമർ മാറുന്നതിനനുസരിച്ച് അവരുടെ പൈസയും മാറാം. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിൻപുറത്ത് ജ്യോത്സ്യന്മാരുണ്ട്, ഒരു സെറ്റ് ഓഫ് ജ്യോത്സ്യന്മാര്. അവരുടെ നാട്ടിൻപുറത്തെ ആളുകളുമായിട്ടായിരിക്കും കൂടുതലും. പക്ഷെ അറിയപ്പെടുന്ന കുറച്ചുകൂടുള്ള ജ്യോത്സ്യന്മാരുണ്ട്,
അവർക്ക് വരുന്ന കസ്റ്റമേഴ്സ് സാധാരണ നാട്ടുമ്പുറയല്ല, കുറച്ചുകൂടെ ബിസിനസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ അതിലും വലിയ ജ്യോത്സ്യന്മാരുണ്ട്, നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് വലിയ വലിയ ഇൻഡസ്ട്രികൾ നടത്തുന്ന ജ്യോത്സ്യന്മാര്. അവർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനിയിലെ ബിസിനസ് ക്ലയൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് പല രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇത് ഒരു ഗ്രോത്ത്, പല സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻഡസ്ട്രിയിലായിട്ട് വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് പല രീതിയിലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയി നടത്തുന്ന വഴിപാടുകൾ, ഈ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പൈസകൾ. പിന്നെ ഇവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തുക. നമുക്കറിയാം ഈ ഇതിൽ വരുന്ന ഒരുപാട് പേര്, ഒത്തിരി ഹീലർമാർ കാണും. ഇവരെല്ലാം വാങ്ങിക്കുന്ന തുക എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. അത് ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തുകയല്ല. 10,000, 20,000, 30,000 രൂപയൊക്കെയാണ് ഒരു കൗൺസിലിങ്ങിന് അവർ വാങ്ങിക്കുന്ന തുക. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് എല്ലാ മനുഷ്യർക്കും വിഷമവും സങ്കടവും എല്ലാം കാണും. പക്ഷേ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപയായിരിക്കും. അതും കുറച്ച് നേരത്തേക്കിന്. ശരിയല്ലേ? അതെ. അപ്പം എന്ത് തന്നെയായാലും ഈ മലയാളികളുടെ എന്താ പറയാ, ഈ നമ്മളെപ്പോഴും സിനിമയിൽ കേൾക്കാറുണ്ടല്ലോ, ഏതൊരു സിനിമയില് ഷമ്മി തിലകൻ എങ്ങാണ്ടും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്റെ പോയ 5 ലക്ഷം തിരിച്ചു കിട്ടാൻ വേണ്ടി 10 ലക്ഷം മുടക്കാനും ഞാൻ തയ്യാറാന്ന് പറയുന്ന പോലെയാണ്. ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള അത് വെച്ച് ജീവിക്കാൻ, അല്ലെ കയ്യിലുള്ള സമ്പത്ത് വെച്ച് ജീവിക്കാനല്ല ആരും ആഗ്രഹിക്കുന്നത്. അതിനെ എങ്ങനെ ഇരട്ടിപ്പിക്കാം, അത് ഏത് വിധേന ചെയ്യാം എന്നാണ് എല്ലാവരും കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റം എന്ന രീതിയിൽ ഇപ്പൊ ഇത് മൊത്തത്തിൽ ഡിജിറ്റൽ ആയിട്ടുണ്ട്. ഇപ്പൊ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ട്രേഡിങ്ങിൽ ഞാനൊരു 50,000 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ദിവസം 1 ലക്ഷം രൂപ കിട്ടുമോ, 2 ലക്ഷം രൂപ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും നമ്മുടെ ഇടയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് ആപ്പുകൾ, ഇപ്പം ബൈനറി ആപ്പുകൾ ഒരുപാടെണ്ണം നമ്മുടെ ഇതിലുണ്ട്. ഇപ്പം ബിനാമോ പോലത്തുള്ള ബൈനറി ആപ്പുകൾ ഒരുപാട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്പുകൾ സുലഭമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതിൽ പൈസ നിക്ഷേപിച്ച് കളയുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവരെല്ലാം വലിയൊരു തുകയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ഇതിനുള്ള സൈക്കോളജി എങ്ങനെയാണ്? അത് മാത്രമല്ല, ജ്യോതിഷം ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ആപ്പുകളുണ്ട്. ചില ആപ്പുകളൊക്കെ ഇവരെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആപ്പിനകത്തോട്ട് ഇപ്പൊ ഏതെങ്കിലും ജ്യോതിഷന്റെ പേര് കാണും. ആ പേര് കണ്ട് നമ്മൾ ആദ്യമേ പൈസ അങ്ങോട്ട് അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആപ്പുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. ആ പൈസ പോയി. ഇവർക്ക് കൺസൾട്ടേഷനും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതും എല്ലാ അറിയാവുന്ന മലയാളികളാണ് ഇതിൽ ചെന്ന് വീഴുന്നത്. 5ഉം 10ഉം നേടാൻ വേണ്ടിയിട്ട് 10,000, 20,000 കളയുന്ന മലയാളികളുടെ ഒരു നാടായി നമ്മുടെ നാട് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പെട്ടെന്ന് കോടീശ്വരനാവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അവസാനം അവർ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, ഒന്നും കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊരു അവസാന ചിന്ത ഇവർക്കെല്ലാം ഏതെങ്കിലും ഒരു ടൈമിൽ നിർത്തും.